കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 11-ാമത് വാക്യം. സഹിഷ്ണുത കാണിച്ചിരിക്കുന്നവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനല്ല. സകല വിഷയത്തിലും മനുഷ്യൻ്റെ സഹിഷ്ണുത നഷ്ടപ്പെടുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്, അല്ലേ? എല്ലാ മേഖലകളും സഹിഷ്ണുതയോടെ ജീവിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ക്ഷമയെന്നൊരു മേഖലയിലേക്ക് പോകാൻ കഴിയാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ സഹിഷ്ണുത ഉണ്ടായിരുന്നാൽ, അല്ലെങ്കിൽ ക്ഷമയുണ്ടായിരുന്നാൽ, ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നമുക്ക് ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആത്മീക മേഖലകൾക്കകത്തൊക്കെ നേടുവാൻ തക്കവണ്ണം കഴിയും. നമ്മുടെ എല്ലാ മേഖലകളിലും ഇതിന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ സഹജമായിട്ട് ഉള്ള ഒരു സ്വഭാവമാണ് ഈ ക്ഷമയില്ലായ്മ എന്ന് പറയുന്നത്. എല്ലാവർക്കും അതുണ്ട്. നമുക്ക് ആർക്കും ഈ ക്ഷമിക്കണം എന്നൊരാഗ്രഹം പലപ്പോഴും നമ്മൾ മാനുഷികമായിട്ട് കാണത്തില്ല. പക്ഷേ നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിന് കീഴിൽ നിൽക്കുന്നവർ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ക്ഷമിക്കുക എന്നുള്ളത്. കാര്യം നമ്മുടെ കർത്താവ് അത് നമ്മളെ പഠിപ്പിച്ചത്. യേശു കർത്താവിനെ ഉപദ്രവിച്ച റോമൻ പടയാളികളോടും അന്ന് അവനെ എതിരെ നിന്ന യഹൂദ ജനത്തെ ആകമാനമായിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്: ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. എബ്രായലേഖനത്തിനകത്ത് വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കപ്പെടുന്നുണ്ട്: സ്തോത്രം, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിൻ്റെ അടുക്കിലേക്കല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ രണ്ട് രക്തവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹാബേൽ രക്തം പ്രതികാരത്തിനായിട്ട് ദാഹിച്ചു എന്നുള്ളതാണ്. എന്നാൽ യേശുവിൻ്റെ രക്തം പ്രതികാരത്തിനായിട്ടല്ല ദാഹിച്ചത്, പകരം മനുഷ്യനോട് കരുണ കാണിപ്പാൻ. യേശുവിൻ്റെ മരണം കൊണ്ട്, യേശുവിൻ്റെ രക്തം കൊണ്ട് അനേകർക്ക് വീണ്ടെടുപ്പും വിടുതലും സൗഖ്യത്തിനും നന്മയ്ക്കും കാരണമായത് ക്ഷമിക്കുന്ന യേശു കർത്താവിൻ്റെ രക്തമാണ്. ക്രിസ്തീയ വിശ്വാസത്തിന് കീഴിൽ നിൽക്കുന്ന ദൈവമക്കളായിരിക്കും നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറയുക, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് സഹിഷ്ണുത. ഇവിടെ നമ്മൾ വായിക്കുന്നത് സഹിഷ്ണുതയുള്ളവരെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. സ്തോത്രം. അതിന് ഉദാഹരണമാണ് ബൈബിളിൽ പറയുന്നത് യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. അപ്പോൾ യോബിൻ്റെ ജീവിതത്തിനകത്ത് നേരിട്ട് ആ സഹിഷ്ണുതയുടെ കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര നീണ്ട ഒരു കാലഘട്ടമാണ്. പ്രൈസിന് 1 വർഷം 2 വർഷം കൊണ്ട് തീരുന്നില്ല. ദൈവശാസ്ത്രപരമായി ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ 18 വർഷത്തോളം യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടത അനുഭവിച്ചെന്നാണ് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ അത്രയും കഷ്ടത അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും ദൈവം ഒരു അവസാനം വരുത്തുമെന്ന് അവൻ വിശ്വസിച്ച് ദൈവപ്രവർത്തിക്കായി കാത്തിരിപ്പാനിട. ഇതാണ് സഹിഷ്ണുതയുടെ ഒരു കൊടുമുടി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം. മൊത്തം തകർന്നുപോയി, അല്ലേ? പ്രീശന് ഭാര്യയെ നഷ്ടപ്പെടുന്ന ഒരു മേഖല, ഭാര്യ ഇട്ടിട്ട് പോകുന്ന മേഖല, മക്കൾ 10 പേരും മരണപ്പെടുന്നു, കയ്യിലുള്ള മുഴുവൻ സമ്പത്തും നഷ്ടമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പണിയാൻ കഴിയാത്ത വിധത്തിൽ അത് ഉടഞ്ഞുപോയി. സ്തോത്രം. ഒരു കാരണവശാലും ഒരു റീബിൽഡിന് സാധ്യതയില്ലാത്ത രീതിയിൽ മുഴുവൻ തകർന്ന മേഖലകൾക്കകത്ത് നിന്നാണ് ദൈവം അവനെ പണിതെടുത്തത്. എങ്ങനെ പണിതു എന്നുള്ളതാണ് അതിനകത്തുള്ള വിഷയം. ഇത്രയും തകർച്ച ഇതിൽ ഒന്ന് നമുക്ക് വന്നാൽ സഹിക്കാൻ പറ്റുമോ? ഇല്ല. എനിക്കാണെങ്കിൽ പോലും നമുക്ക് പറ്റത്തില്ല. ദൈവത്തെ മുറുകെ പിടിക്കാൻ, ദൈവവിശ്വാസത്തെ മുറുകെ പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. കഴിയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കരുണയാണ്. സ്തോത്രം. എന്നാൽ അത് സാധ്യമാണ് മാനുഷികമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല, അല്ലേ? എന്നാൽ യോബ് എന്ന ദൈവ മനുഷ്യനെ നോക്കിയേ, ഇതെല്ലാം സംഭവിച്ചിട്ടും സ്തോത്രം പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണോ? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ ശോധന ചെയ്തു കൊള്ളുക, ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് പറഞ്ഞ ഇതുപോലൊരു മനുഷ്യൻ വേറെ കാണത്തില്ല. സ്തോത്രം. അതാണ് യോബിന് ദൈവം വരുത്തിയ അവസാനം എന്ന് പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, യോബിൻ്റെ സഹിഷ്ണുതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്തുവാ? ആ സഹിഷ്ണുത നമ്മളിലേക്ക് വ്യാപരിച്ച് ഒരുപാട് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ മാത്രമല്ല നമ്മുടെ ജീവിത മേഖലകളുമായി ബന്ധപ്പെട്ടും സഹിഷ്ണുതയുള്ളവരാകുക. ബൈബിൾ പറയുന്നു, കേൾപ്പാൻ വേഗതയും പറവാൻ താമസവുമുള്ളവരായിരിപ്പീൻ എന്ന് തിരുവചനം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ക്ഷമയുണ്ടാകട്ടെ, ദീർഘക്ഷമയുണ്ടാകട്ടെ, സഹിഷ്ണുതയുണ്ടായാൽ നമ്മളെ ഭാഗ്യവാന്മാരെന്ന് കർത്താവ് പറയും. ആ തലത്തിൽ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങളിൽ തരികയാണ്. ഇവിടുന്ന് ചിലകളി മറയ്ക്കും, സഹായിക്കേണ്ട നന്മകളെ കൊണ്ട് നിറച്ചാൽ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ,
എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.